We shall now discuss about mutual induction. When current through a coil changes, an EMF is induced in the neighboring coil. This is called mutual induction. അപ്പോൾ ഒരു കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡും ചേഞ്ച് ചെയ്യുന്നു. So EMF is induced in the neighboring coil as well. That phenomenon is called mutual induction. Here we are considering two coils. S1 the inner coil. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് നമുക്ക് ആദ്യം വരയ്ക്കാം. ആദ്യം ഒരു ചെറിയ കോയിൽ ഹാവിങ് റേഡിയസ് R1, സ്മോൾ R1, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ ചെറിയ കോയിലിൻ്റെ റേഡിയസ് നമ്മൾ സ്മോൾ R1 എടുത്തു, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് N1, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N1. ഇനി ഇതേ ആക്സിസിൽ തന്നെ there is a larger coil. A larger coil is placed. It is having radius, larger coil with radius R2, number of turns N2 per unit length, capital N2 എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് വലിയ കോയിലിൻ്റെ. അപ്പോൾ സ്മോൾ കോയിൽ S1 larger coil is S2. Now suppose we are passing current I2 through the second coil. ആ ഔട്ടർ കോയിലിലൂടെ നമ്മൾ കറണ്ട് I2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ വേരിയിങ് കറണ്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സെക്കൻഡ് കോയിൽ ചേഞ്ച് ചെയ്യുന്നു. ഇനി ഈ ഫസ്റ്റ് കോയിൽ ഇന്നർ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഇന്നർ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നു. ഇന്നർ കോയിലിൽ ദർ വിൽ ബി ആൻ ഇൻഡ്യൂസ്ഡ് EMF and induced current. So the magnetic flux linked with the inner coil is N1∅1 and this is due to the current in the outer coil. Current in the outer coil എന്താണ്? I2 അല്ലേ? ഇന്നർ ആണ് നമ്മൾ 1 എടുത്തിരിക്കുന്നത്, ഔട്ടർ 2 എന്നും. അപ്പോൾ ഇന്നർ കോയിലിലെ ഫ്ലക്സ് ലിങ്ക്ഡ് ഈസ് N1∅1 and that is due to the current passing through the outer coil I2. അപ്പോൾ ഇത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് അല്ലേ? ഇനി അത് നമ്മൾ ഈക്വൽ ടു ആയിട്ട് മാറ്റുമ്പോൾ ഹിയർ ദർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ക്യാപിറ്റൽ M 1 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ദ വേർഡ് കോയിഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ M12 ഈസ് എ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം M12 എന്നുള്ളതിൻ്റെ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് Φ1 എന്ന് പറയുന്നത് എന്താണ്? B.A ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഫോർമുല അല്ലേ? ഏരിയ ഓഫ് ദ ഫസ്റ്റ് കോയിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു M12I2. N1 പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. നമുക്കറിയാം സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ക്യാപിറ്റൽ N ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു L. അപ്പോൾ സ്മോൾ N1 ഇൻറ്റു L എന്ന് എഴുതാം, ക്യാപിറ്റൽ N1 വരാം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് എന്താണ് ഫോർമുല? μ0 Ni. അപ്പോൾ ഇവിടെ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഔട്ടർ സോളിനോയിഡ്. സോ μ0 ഔട്ടർ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എങ്ങനെ എഴുതണം? ഔട്ടർ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഔട്ടർ സോളിനോയിഡിലുള്ള കറണ്ട് I2. μ0 Ni പറയുന്നത് μ0 N2I2 ആണ്, കാരണം നമ്മൾ കറണ്ട് കടത്തിവിട്ടത് വലിയ സോളിനോയിഡിലൂടെയാണ്. ഈക്വൽ ടു M12I2. ഏരിയ എഴുതിയില്ല അല്ലേ? A1 എന്നുള്ള ഏരിയ ഓഫ് ദി ഫസ്റ്റ് കോയിലാണ്. സോ ദ ഫോർമുല ഫോർ ഏരിയ ഈസ് πr1². സർക്കുലാർ കോയിൽ ആയതുകൊണ്ട് സർക്കിളിൻ്റെ ഏരിയ എഴുതി. അപ്പോൾ ഇതിൽ രണ്ട് സൈഡിലും ഉള്ള I2 എന്നുള്ളത് രണ്ട് സൈഡിലും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു I2. സോ വി ഗെറ്റ് ദ ഫോർമുല ഫോർ ദ കോയിഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. M12 എന്ന് പറയുന്നത് എന്താണ്? N1L പിന്നെ μ0 N2 πr1². അപ്പോൾ അതിനൊന്നുകൂടെ ഫോം മാറ്റി എഴുതുകയാണെങ്കിൽ M12 is equal to mu 0
N1 N2 pi R1 square L. ഇതാണ് M12ൻ്റെ ഫോർമുല. ഇനി സപ്പോസ് വി ആർ പാസിങ് കറന്റ് ത്രൂ ദ ഇന്നർ കോയിൽ. ചെറിയ സോളിനോയിഡ് S1ലൂടെ നമ്മൾ ഒരു കറന്റ് I1 പാസ് ചെയ്യുന്നു. I1 എന്നുള്ള കറന്റ് പാസ് ചെയ്യുന്നു. Then what is the flux linked with the outer coil? S2 എന്നുള്ള കോയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് എത്രയാണ്? അപ്പോൾ S2ലെ ഫ്ലക്സ് ലിങ്കേജ് പറയുമ്പോൾ എങ്ങനെ എഴുതണം? N2 Phi2 is equal to is proportional to I1. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത് M ആണ്. M21. അതായത് നമ്മൾ ഇന്നർ കോയിലിലൂടെ കറന്റ് I1 പാസ് ചെയ്തു. അപ്പോൾ ഔട്ടർ കോയിലിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു I1 ആൻഡ് M ഈസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1. ഇനി N2 എന്നുള്ളതിനെ നമുക്ക് നേരത്തെ എഴുതിയ പോലെ we can write it as N2 into L. Now the value of phi2 B dot A ആണ് അല്ലേ? അപ്പോൾ B എന്ന് പറയുന്നത് mu0 Ni ആണ്. mu0 ഇൻറ്റു നമ്മൾ വലിയ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് N2 Phi2. ഇവിടെ കറന്റ് പാസ് ചെയ്തിരിക്കുന്നത് ചെറിയ കോയിലിലൂടെയാണ്. അപ്പോൾ ചെറിയ കോയിലിൻ്റെ ഉള്ളിലുള്ള ആ ഏരിയയിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. We have passed current through the inner solenoid and so the magnetic field is restricted to the small area within the inner solenoid. ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ഈ ഇന്നർ സോളിനോയിഡിൻ്റെ ഉള്ളിൽ മാത്രം. പുറത്തുള്ളത് 0 ആണ്. ഇവിടെ 0 ആണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ mu0 Ni എന്നുള്ളത് N2 N1 ഇൻറ്റു കറന്റ് പാസ് ചെയ്തത് I1 ഇൻറ്റു ഫൈൻ്റെ ഫോർമുലയിൽ B ഡോട്ട് A എന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദി ആക്ച്വലി സെക്കൻഡ് കോയിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഫുൾ ഏരിയയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. എത്ര ഏരിയയിലേ ഉള്ളൂ? ഈ ചെറിയ കോയിലിൻ്റെ ഉള്ളിൽ മാത്രമേ ആ ഏരിയയിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സോൾലി കൺഫൈൻഡ് ടു ദ ഇന്നർ കോയിൽ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺഫൈൻഡ് ടു ദ ഇന്നർ കോയിൽ. അപ്പോൾ ആ ഏരിയ എടുത്താൽ മതി. അതായത് പൈ R1 സ്ക്വയർ എന്നുള്ള ഏരിയയാണ് എടുക്കേണ്ടുള്ളൂ. ഇതിൻ്റെ പുറത്ത് ഈ R2 എന്നുള്ള റേഡിയസിൽ ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഏരിയ നമ്മൾ എടുത്തത് പൈ R1 സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു M21 I1. ക്യാപിറ്റൽ ആണെങ്കിൽ രണ്ട് സൈഡിലും ക്യാപിറ്റൽ I1 എടുത്തു. അപ്പോൾ M21 I1 and so there is I1 on both sides, so that gets cancelled and what remains is mu0 പിന്നെ N1 N2 pi R1 square L is equal to M21. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ we can see that mu0 N1 N2 pi R1 square L, the formula is the same. അപ്പോൾ M12 is equal to M21. M12 equal to M21. Mutual inductance of 1 with respect to 2 is equal to that of 2 with respect to 1. അപ്പോൾ ഒരു കോയിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ മറ്റേ കോയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിലും ചേഞ്ച് വരുന്നുണ്ട്. So an EMF is induced in the neighboring coil as well and that phenomenon is called mutual induction.